കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ടൂറിസ്റ്റ് ബസ് ടാക്സി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. കഴിഞ്ഞ ബജറ്റിലും ഈ മേഖലയെ അവഗണിച്ചത് നിരാശാജനകമാണെന്നും ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് യുദ്ധക്കെടുതി കാരണം ബസ്സുകൾ, ടാക്സി ഒരു വണ്ടികളും ഓടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഓട്ടമുള്ള മാസമാണ് ഏപ്രിൽ, മെയ്. ഈ മാസത്തിൽ പോലും ഒരു വണ്ടികളും ഓടിയിട്ടില്ല. അപ്പോൾ ഈ ഏപ്രിൽ, മെയ്, ജൂണത്തെ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി തന്ന് ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച APT പെർമിറ്റിനും സ്റ്റേജ് ഗാരേജ് പെർമിറ്റിനൊക്കെ ടാക്സ് 50% ഇളവ് കൊടുത്തു. ആ സമയത്ത് കോൺട്രാക്ട് ഗാരേജ് ടൂറിസ്റ്റ് ടാക്സി മേഖലയെ അവഗണിക്കുന്ന രീതിയിലാണ് ഈ ബജറ്റ് ഉണ്ടായത്. അപ്പൊ ഞങ്ങളെ മേഖലയെ സംരക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ധനവില വർധനവിനും വിലക്കയറ്റത്തിനും പുറമെ യുദ്ധക്കെടുതി കാരണം കഴിഞ്ഞ 4 മാസമായി ഓട്ടമില്ലാതായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേട്ടർ ടാക്സ് പൂർണ്ണമായും ഒഴിവാക്കി തരണം. മുൻ സർക്കാർ വർദ്ധിപ്പിച്ച 33% ടാക്സ് കുറയ്ക്കണം. കഴിഞ്ഞ ബജറ്റിലും ഈ മേഖലയെ അവഗണിച്ചത് നിരാശാജനകമാണെന്നും ടാക്സ് ഇളവുകളും ഇന്ധന സബ്സിഡിയും ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പുനരുജ്ജീവന പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ഭാരവാഹികളായ ബർസാത്ത്, സക്കീർ, അറഫ കുഞ്ഞിമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 44,100 രൂപയാണ് 3 മാസത്തിന് ടാക്സ് കൊടുക്കണം. അതിന് റോഡ് ഉപയോഗിക്കുന്നതിന്റെ മുന്നേ അടക്കണം ഈ പൈസ. 10 ദിവസം കഴിഞ്ഞാൽ 4,100 രൂപ ഫൈനോട് കൂടെ അടക്കണം. ബസ് ഓടിയില്ലാതെങ്കിലും ഈ പൈസ കടം വാങ്ങിയിട്ടൊക്കെ ഈ ടാക്സ് അടക്കണം. അങ്ങനത്തെ ഒരു മേഖലയെ സംരക്ഷിക്കേണ്ട ഭാഗത്ത് നിന്ന് ദ്രോഹിക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഏറെ ആശ്വാസം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷെ ഞങ്ങൾക്ക് ഒരു അനുകൂലം കിട്ടിയില്ല. അപ്പൊ ഈ APT പെർമിറ്റിനൊക്കെ CCN മലപ്പുറം.